ഇത് സിഐന്റെ വീടാണ്. വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത്. ആള് ലേശം ചൂടനാ. അതൊന്നും ഞമ്മക്ക് പ്രശ്നമല്ലേ, നമ്മൾ കൊറേ പോലീസുകാരെ വീട്ടിൽ പണിയെടുത്തല്ലേ. നമ്മക്കായിട്ട് പേടിയൊന്നും ഇല്ലല്ലോ. ആ നിങ്ങൾ വന്നില്ലേ? പെയിന്റിങ്ങിന്റെ അല്ലേ? ഒരു കാര്യം ഈ ആദ്യം പുറത്തടിക്കാം. പെയിന്റ് അവിടെ ഉണ്ട്. നിങ്ങൾ പണി തുടങ്ങിയോ? എനിക്ക് ദേശീയത്തിൽ നമ്മളിത് പോകണം. അതിനുശേഷം ഡ്യൂട്ടിയിൽ പോകണം. ഓക്കെ. എന്നാലേ ആദ്യം ഗേറ്റും ഫ്രണ്ട് സൈഡും ഒക്കെ ചെയ്യാം. അല്ലേ ആ സീലിംഗ് അടിക്കണ്ടേ? ആദ്യം സീലിംഗ് അടിച്ചാടല്ലേ? കാറൊന്ന് മാറ്റാൻ പറയും. എന്നാ സാറോട് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് മാറ്റി. ഇങ്ങനെ പറയും. അല്ല എനിക്ക് പേടിയാ. ഇനി ഷാജുവിനോട് പറയും. നമ്മക്കായിട്ടാ പേടിയില്ലല്ലോ. ഞാൻ പറയാം. വരട്ടെ. സാറേ സാറേ അതെ, കാറൊന്നും മാറ്റണ്ടേനെ, സീലിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് കാറ് മാറ്റി കേൾക്കോട്ടെ. നേരല്ലാത്ത നേരത്താണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഡേ ആ വണ്ടിയുടെ ചായ എടുക്കും. ഓരോ സമയമില്ലാത്ത എന്താടാ ചെയ്യാ? ഉള്ള മൂടാട്ടോ പോയി. ഇനി ഒരു കാര്യം ചെയ്യും, സാറ് വരുമ്പോ ഡ്രസ്സ് അങ്ങ് മാറ്റിയാളെ. സാറ് വരുന്നേരം തിരിച്ചറിയാലോ. അത് ശരിയാ, ഡ്രസ്സ് വേഗം മാറ്റിക്കാളും. പേടില്ലല്ലോ. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് തീരെ പേടിയില്ലല്ലേ? സംഭവം ഞാൻ പേടിച്ചിട്ട് മാറ്റിയൊന്നല്ല. മറ്റേ ഷർട്ട് അലക്കിയില്ല തോന്നുന്നു, ഭയങ്കര ചൊറിച്ചിൽ എനിക്കൊണ്ട് മാറ്റിയത്. പിന്നെ കുഴപ്പമില്ല. സാറ് വരുന്നുണ്ടല്ലോ. ഷാജു സാറ് ഞമ്മന്തേ പേടിക്കുന്നേ? ഞമ്മക്കതിന്റെ പേടിയില്ലല്ലോ. ഞമ്മക്കതിന്റെ പേടിയാണ് നമ്മക്ക്. നിങ്ങളെ കൂടെ നേരത്തെ നീല ഷർട്ട് അവിടെ ഞാനൊന്നും സമയമില്ലാത്തതുണ്ട്. അയാളോട് എന്തോ പറഞ്ഞു, ഒന്ന് വേഗിക്കരുന്ന് പറഞ്ഞു കേട്ടോ. ഓൻ പുറകിലുണ്ട് സാറ്. എന്താടാ പറഞ്ഞേ? പണി കഴിഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. ഇപ്പൊ നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ഞമ്മക്കതിന്റെ പേടിയൊന്നുമില്ലല്ലോ. അല്ല രാജു, ഇങ്ങോട്ട് പോവാ. പേടിച്ചാനൊന്നുമില്ല. പണി കേട്ടോ. വയറിന് തോ സുഖല്ല. ഞാൻ ഡോക്ടറെ ഒക്കെ ഒന്ന് കാണിച്ചിട്ടേ നാളെ ഇറങ്ങാം. എല്ലാത്തൊരു കോളായിട്ട് ഇങ്ങനെയൊക്കെ പോലീസായിട്ട്. അതെ.